ഡൽഹി കാർ സ്ഫോടന സംഭവം ഭീകരാക്രമണമായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യക്ക് നേരെ അതിക്രമങ്ങൾ നടത്തുന്ന ഒരാളെ പോലും വെറുതെ വിടില്ല. ഭാരതീയ ജനതയുടെ ജീവൻ അപഹരിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നേരെ പോരാടുകയാണ് രാജ്യം. അതിന്റെ തുടക്കമായിട്ടാണ് ഇപ്പോൾ ഡൽഹി കാർ സ്ഫോടന സംഭവം ഭീകരാക്രമണമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല മന്ത്രിസഭാ യോഗത്തിനു ശേഷമാണ് ഡൽഹി സംഭവം ഭീകരാക്രമണമായി പ്രഖ്യാപിച്ചത്. ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്കടുത്ത് ലാൽ ഖില മെട്രോ സ്റ്റേഷന് 1-ാം ഗേറ്റിന് സമീപം ഒരു കാർ നവംബർ 10-ന് പൊട്ടിത്തെറിച്ചു. സമീപത്തുള്ള മറ്റു വാഹനങ്ങൾക്കും തീപിടിച്ചു. സംഭവത്തിൽ 12 പേർ മരിച്ചു. ഗുരുതരമായ പരിക്കുകളോടെ 24 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കാർ സ്ഫോടന സംഭവം അന്വേഷിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസി 10-അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിന് ശേഷമാണ് ഡൽഹി കാർ സ്ഫോടന സംഭവം ഭീകരാക്രമണമായി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഇതോടൊപ്പം ചില പ്രമേയങ്ങളും പാസാക്കിയിട്ടുണ്ട്. ദേശവിരുദ്ധ ശക്തികൾ നടത്തിയ കാർ ബോംബാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ആക്രമണത്തിൽ മരിച്ച നിരപരാധികൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും ഗുരുതരമായി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്ന ഒരു പ്രമേയം യോഗം പാസാക്കിയിട്ടുണ്ട്. ഭീകരത അത് ഏത് രൂപത്തിലായാലും ഒരിക്കലും വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ലെന്നാണ് യോഗം പ്രസ്താവിച്ചത്. കാർ ബോംബ് സംഭവത്തിൽ ലോകമെമ്പാടുമുള്ള സൗഹൃദ രാജ്യങ്ങൾ ഇന്ത്യക്ക് നൽകിയ പിന്തുണ യോഗം സ്വാഗതം ചെയ്യുകയും ചെയ്തു. കാർ സ്ഫോടനത്തിന് ശേഷം വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സുരക്ഷാ സേന, അടിയന്തര രക്ഷാപ്രവർത്തകർ, പൗരന്മാർ എന്നിവരുടെ പ്രവർത്തനങ്ങളെ പ്രമേയം പ്രശംസിക്കുകയും ചെയ്തിരുന്നു. കുറ്റവാളികളെ വേഗത്തിൽ തിരിച്ചറിയുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമായി ഉന്നതതല അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും പ്രമേയം പറയുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ നടന്ന എല്ലാ ഭീകരാക്രമണത്തിന് പിന്നിലും ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറും സംഘവുമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പാക് സംരക്ഷണയിൽ ഇന്ത്യയിൽ ചോര വീഴ്ത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് മസൂദ് അസറിലൂടെ തീവ്രവാദ സംഘടനകൾ നടത്തുന്നത്. പാർലമെന്റ്, പഠാൻകോട്ട്, പുൽവാമ, ഇപ്പോൾ ഡൽഹിയിലും നടന്ന ആക്രമണം ഇതിന്റെ പിന്നിലും ഇവർ തന്നെയാണെന്നാണ് വിരൽ ചൂണ്ടുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തീവ്രവാദത്തിന് സ്പോൺസർ ചെയ്യുന്നത് നിർത്തിയില്ലെങ്കിൽ ഇനിയും അജ്ഞാതർ ഇറങ്ങും. മുന്നും പിന്നും നോക്കാതെ വെടിയുണ്ടകൾ എണ്ണമെടുക്കാൻ മാത്രമാകും പാകിസ്ഥാൻ സമയമുണ്ടാവുക എന്ന പരിഹാസവും ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ്. നവംബർ 10-ന് ഡൽഹിയുടെ ഹൃദയഭാഗത്തുണ്ടായ സ്ഫോടനത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം. തിങ്കളാഴ്ച വൈകിട്ടത്തെ സ്ഫോടനം ഉണ്ടാക്കിയ മുറിവ് ഡൽഹിയുടെ മനസ്സിൽ ചോര പൊടിഞ്ഞു കിടക്കുകയാണ്. നേതാജി സുഭാഷ് മാർഗിൽ ചെങ്കോട്ടയിലേക്കും ചാന്ദിനി ചൌക്കിലേക്കും വഴിതിരിയുന്ന ജംഗ്ഷൻ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന്റെ 1-ാം ഗേറ്റിന് സമീപമായിരുന്നു സ്ഫോടനമുണ്ടായത്. കാറിൽ സ്ഫോടക വസ്തുക്കൾ കടത്തുന്നതിനിടെ ഇവ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ട സുഹൃത്തുക്കൾ അറസ്റ്റിലായതിനെ തുടർന്നുള്ള സമ്മർദ്ദത്തിൽ കാറിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഉമർ നബി സ്ഫോടനം നടത്തുകയായിരുന്നോ എന്ന കാര്യവും പരിശോധിക്കുകയാണ്. ഭീകരാക്രമണം നടത്തിയ ചാവേർ ഉമർ നബിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസിക്കാണ് അന്വേഷണ ചുമതല. ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനം അതിർത്തിക്കപ്പുറത്തെ പ്രധാനപ്പെട്ട ഭീകര മുഖങ്ങളിലൊന്നായ മസൂദ് അസറിനെ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാക്കുകയാണ്. UN സുരക്ഷാ കൗൺസിൽ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടും പാകിസ്ഥാന്റെ കാവലിൽ കഴിയുന്ന ഈ ഭീകരൻ ഇന്ത്യയിലെ ഭീകര പ്രവർത്തനങ്ങളുടെ മുൻനിര കുറ്റവാളികളിൽ ഒരാളാണ്. സ്ഫോടനത്തിന്റെ പ്രാഥമിക അന്വേഷണ സൂചനകൾ വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിലേക്കാണ്. ഇക്കാര്യം പോലീസോ NIA ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും JEMന്റെ പങ്ക് സംശയിക്കാവുന്ന വിവരങ്ങളാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്നത്. സ്ഫോടനം ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഭീകരാക്രമണമാണെന്ന സൂചനയിൽ UAPA ചുമത്തി ഡൽഹി പോലീസ് കേസെടുത്തിട്ടുണ്ട്. 2001-ലെ പാർലമെന്റ് ആക്രമണം, 2008-ലെ മുംബൈ ആക്രമണം, 2016-ലെ പഠാൻകോട്ട് വ്യോമതാവള ആക്രമണം, 2019-ലെ പുൽവാമ ആക്രമണം തുടങ്ങി ഇന്ത്യയുടെ മനസ്സുലച്ച വിവിധ ആക്രമണങ്ങൾക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കരങ്ങൾ പ്രവർത്തിച്ചിരുന്നു. ഈ പട്ടികയിലേക്കാണ് ഇപ്പോൾ ഡൽഹി സ്ഫോടനവും കൂട്ടിച്ചേർക്കപ്പെടുന്നത്. 1994-ൽ കാശ്മീരിലെ ഖനബാളിൽ അറസ്റ്റിലായി ജമ്മുവിലെ കോട്ബൽവാൾ ജയിലിൽ പാർപ്പിച്ചിരുന്ന മസൂദ് അസറിനെ മോചിപ്പിക്കുന്നതിനാണ് 1999-ൽ ഇന്ത്യൻ വിമാനം കണ്ടഹാറിലേക്ക് ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. അന്ന് ഇന്ത്യ വിട്ടുകൊടുത്ത മസൂദ് അസർ പാകിസ്ഥാനിൽ ജന്മസ്ഥലമായ ബഹാവൽപൂരിൽ തിരിച്ചെത്തി ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. പാക് പട്ടാളത്തിന്റെയും സൈനിക ചാര സംഘടനയായ ISIയുടെയും പരിലാളനങ്ങൾ ലഭിക്കുന്ന ഭീകരനാണ് ഇയാൾ. JEM ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്ന എല്ലാ ആക്രമണങ്ങളുടെയും പിന്നിൽ ISIയുടെ സഹായവുമുണ്ട്. എന്തൊക്കെയായാലും രാജ്യത്ത് ജാഗ്രത വർദ്ധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.